പുറത്ത് പോട്ടെ. ഞാൻ ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്സിൽ ഒരു മിനിറ്റ് ഒന്ന് വരാൻ പറയാം. ഞാൻ എക്കണോമിക്സ് LLBക്ക് 3 പേപ്പർ എക്കണോമിക്സ് പഠിച്ചപ്പോൾ ഡയറക്ട് സെല്ലിംഗ് എന്താണെന്ന് അതിനകത്ത് ഉണ്ടായിരുന്നു. പക്ഷെ എങ്കിലും ചെറുപ്പ സമയത്ത് ഇപ്പൊ 20-21 വയസ്സിലൊക്കെ RMP പോലുള്ള കൺസെപ്റ്റുകളൊക്കെ വരുമ്പോഴത്തേക്ക് എനിക്ക് അതിനോടൊരു വിമുഖതയായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ സിലബസ് LLBക്ക് ഇവിടെ ബാംഗ്ലൂരാണ് പഠിക്കുന്നത്. ഇപ്പോൾ ബാംഗ്ലൂർ പഠിച്ച സമയത്ത് LLBക്ക് നമുക്ക് എക്കണോമിക്സ് 3 പേപ്പറുണ്ട്. ഇതിൽ പഠിക്കാനുള്ള ടോപ്പിക്കാണ്. പിന്നെ ഒരു സമയത്ത് ഞാൻ ആദ്യമായിട്ട് ജിതേഷ് സാറ് എന്നോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും. ഞാൻ ആദ്യമായിട്ട് എനിക്ക് ബിസിനസ് പറഞ്ഞു തരുന്ന ആൾ, അല്ലെങ്കിൽ ഡയറക്ട് സെല്ലിംഗ് ബിസിനസ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് പറഞ്ഞു തരുന്നത് ജിതേഷ് സാറാണ്. അപ്പോൾ സാറിന് ഇവിടെ വെച്ച് കാണാൻ അവസരം കിട്ടി എന്ന് പറയുന്നത് തന്നെ ഒരു മഹാഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. കാരണം പണ്ടൊരു ഫോട്ടോ ഉണ്ടായിരുന്നു, നമ്മുടെ പഴയ ടീമിലുള്ള ആളുകൾക്ക് അറിയാം. ഒരല്പം മുടിയൊക്കെ നീട്ടി വളർത്തിയിട്ട് ഞാൻ ജിതേഷ് സാറിന്റെ കയ്യിൽ നിന്നാണ് ആദ്യമായിട്ട് ഞാൻ ഡയറക്ട് സെല്ലിങ്ങിൽ പ്രോഡക്റ്റ് വാങ്ങിക്കൊണ്ട് ഞാൻ ഈ ബിസിനസ് തുടങ്ങുന്നത്. ഫസ്റ്റ് പാക്കേജ് ഞാൻ മേടിച്ച ഒരു വീട്ടിൽ, അത് മേടിച്ചതിന് ശേഷം വിറ്റിട്ട് ആ വീട്ടിൽ വെച്ചിട്ട് നമ്മളൊരു മീറ്റിംഗ് നടത്തി. ആ മീറ്റിങ്ങിൽ ഫസ്റ്റ് ഞാൻ പ്രോഡക്റ്റ് വാങ്ങിയിട്ട് ഞാൻ ഈ ബിസിനസ്സിൽ കാലെടുത്ത് വെക്കുന്നത് ജിതേഷ് സാറിന്റെ പ്രസൻസിലാണ്. അപ്പം അന്ന് അതിനുശേഷം ജിതേഷ് സാർ ഒരുപാട് ട്രെയിനിങ്സ്, ഞാൻ ഇന്നും നമ്മുടെ ടീമിലുള്ള ആളുകൾക്ക് ഞാൻ ട്രെയിനിങ് കണ്ടന്റുകളൊക്കെ പറഞ്ഞോളൂ, അല്ലെങ്കിൽ നമ്മൾ അതിന് എന്തെങ്കിലും ഈ ബിസിനസിന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ സാറ് പറഞ്ഞു തന്ന പല കാര്യങ്ങളും എൻ്റെ മനസ്സിനകത്ത് ഇപ്പോഴും കിടപ്പുണ്ട്. സാർ ഇപ്പോഴും ഇവിടെ ഉണ്ട്. ഞാൻ അതുകൊണ്ട് സാറിന് എൻ്റെ പ്രസൻസിലൊന്ന് സംസാരിക്കണമെന്ന് വിചാരിക്കുന്നത്. ഒരുപാട് ആശയങ്ങളും കൺസെപ്റ്റുകളും നമ്മളുടെ ട്രെയിനിങ് കണ്ടന്റുകളും പോയിന്റുകളും ഒക്കെ ഇപ്പോഴും സാറ് പറയുന്ന ആ ഒരു എന്താണ് സാറിന്റെ ഗസ്റ്റർ സഹിതം എനിക്ക് പലപ്പോഴും ഓർമ്മയുണ്ട്. അത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞ് ഞാൻ വിസുബോംലി ആ ഒരു സമയത്ത് ഒരു റാങ്ക്, എനിക്ക് തോന്നുന്നു പ്ലാറ്റിനോ ഏതോ റാങ്ക് ക്രോസ് ചെയ്തപ്പോഴത്തേക്ക് സാർ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, സലീജി ഇതൊന്നുമല്ല, ഇത് ടോപ്പ് മോസ്റ്റ് റാങ്കിൽ എത്താൻ പറ്റും. ഇപ്പോൾ പല ആളുകളെയും ഓവർടേക്ക് ചെയ്ത് ഇതിന്റെ ടോപ്പ് മോസ്റ്റിൽ എത്താൻ പോലും പറ്റും. അതിന്റെ കാര്യകാരണങ്ങളെ കുറിച്ച് സഹിതം അന്ന് സാർ എനിക്ക് പറഞ്ഞു തന്നു. അപ്പൊ ഞാനിപ്പോ ആലോചിക്കുമ്പോൾ CSM എന്ന് പറയുന്ന ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് 9th പൊസിഷനിൽ വന്ന് നിൽക്കാൻ സാധിച്ചു, അല്ലെങ്കിൽ 10ന് താഴെ ഒരു റാങ്കിൽ എനിക്ക് വന്ന് നിൽക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് സാറിന്റെ ആ ഒരു ആശയങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് നീങ്ങിയത് കൊണ്ടാണ്. ഒരുപാട് സന്തോഷം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എൻ്റെ ടീമിലെ പല ആളുകളെ, ഇപ്പോൾ നേരത്തെ വിജയ് സാർ പറഞ്ഞ പോലെ 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരുമാനം മേടിക്കുന്ന ആളുകളാവണം, അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാവണം എന്നാണ് സാർ ആഗ്രഹം. അങ്ങനെയുള്ള 100 പേരെ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതാണ് സാറിന്റെ ഫസ്റ്റ് മിഷൻ എന്ന് സാറ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതായത് 1 ലക്ഷം രൂപ വരുമാനം മേടിക്കുന്ന, പ്രതിമാസം വരുമാനം മേടിക്കുന്ന 100 വ്യക്തിത്വങ്ങളെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് സാറിന്റെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ നമ്മളുടെ ടീമിൽ നിന്ന് തന്നെ 1-2 പേരൊക്കെ നമുക്ക് ആ ഒരു ലെവലിലോട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ ഒരു ചാരിതാർത്ഥ്യം അനുഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. അപ്പൊ എനിക്ക് പറയാനുള്ളത്,